ഹലോ, വെൽക്കം ബാക്ക്. കണ്ടോ, ഇവിടെ ആമിക്കുട്ടി ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പി മൂഡാണെങ്കിൽ മറ്റാൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, സാഡ് ആയിരിക്കും കേട്ടോ. ഞാൻ മറ്റാളെ കാണിച്ചു തരാം. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, എന്ത് പറ്റി? എന്താ എന്താ വിഷമം പറ. വിശക്ക്? വിശക്കുമ്പോൾ ഒച്ചപ്പ് വരും. ഈ വിശപ്പിൻ്റെ പിന്നിലെ ഒരു കാര്യം കേട്ടോ. ഞങ്ങൾക്കിന്ന് പൂരത്തിനൊരു ക്ഷണം ഉണ്ട് കേട്ടോ, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങോട്ട് പോവാനാണ് വെയിറ്റ് ചെയ്തിരിക്കണം ഏട്ടനെ. അപ്പോൾ അത് കാരണമാണ് ആദ്യക്കുട്ടന് ഭയങ്കര വിശപ്പ്. എനിക്കിത് പുതിയൊരു കാര്യമല്ല കേട്ടോ. നമുക്ക് എങ്ങടേലൊക്കെ പോവാനുണ്ടെങ്കിൽ, അതായത് കല്യാണത്തിനോ വല്ല പിറന്നാളാഘോഷത്തിനോ എന്തെങ്കിലുമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആദൂന് ഇവിടെ ഭയങ്കര വിശപ്പാണ്. എനിക്ക് വിശക്കുന്നേ, വേഗം പോവാന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്വൈര്യം തരില്ല കേട്ടോ. ആമി പിന്നെ കുഴപ്പമൊന്നുമില്ല, അത്തരം വാശികളൊന്നുമില്ല. ആൾക്ക് തീരെ പറ്റാതെ വന്നാൽ അവിടെ കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഈ പൂരമായാലും അതുപോലെ നേർച്ചയായാലും ഒക്കെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് സദ്യയോ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് 2 പേരെ കാണിച്ചു തരാം കേട്ടോ. ഈ കാറിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന 2 പേരാണ്. ഒരു തവണ എറണാകുളത്ത് ലുലുമാളിൽ പോയപ്പോൾ അവിടുന്ന് പ്ലേ ഏരിയയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ 2 പേരാട്ടോ. അപ്പോൾ ഇവർ ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടാവുന്ന 2 പേരാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്പോട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എത്താനായിട്ടുണ്ട്. ഇത് 2 വശത്ത് നോക്കിയാൽ നല്ല പാടവും നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീടുള്ളത് മെയിൻ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് എപ്പോഴും വണ്ടികളുടെ ശബ്ദവും ബഹളവും ഹോണടിയൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു ശാന്ത അന്തരീക്ഷം, ഒരു സമാധാനം ഫീൽ ചെയ്യണ പോലെ തോന്നി കേട്ടോ. ഇത് അവരുടെ വീട് കാണുന്നുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു തുടക്കക്കാർക്ക് നേരിടേണ്ടി വരുന്ന പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിഷമാവും. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ അവിടെ എത്തിയതിന് ശേഷം അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടാവില്ല. അവർ വീഡിയോയിൽ കാണിക്കുന്നതൊന്നും ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് സേഫ് എന്താ, വീഡിയോ എടുക്കാതിരിക്കുന്നതാണല്ലേ. അങ്ങനെ ഞങ്ങൾ മേടിച്ച ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് ഇറങ്ങിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ വണ്ടിയുടെ ബഹളും ഹോണടിയും ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ. പിന്നെ ഒരു വീട്ടിൽ ചെന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് മോശമല്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അകത്തും പുറത്തൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചു കേട്ടോ. നല്ല ചോറും സാമ്പാറും അവിയലും അച്ചാറും ചിക്കൻ വരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, കാരണം അവിടെ റിലേറ്റീവ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയായാലും പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കുറേ നേരം അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാണ്, അത് അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ വേഗം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കിയിട്ടോ. പോരാൻ നേരത്ത് വണ്ടി തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായേ, കാരണം ബാക്കിലൊരു വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ സ്പേസും വളരെ കുറവായിരുന്നു. എന്നാലും ഏട്ടൻ എങ്ങനെയൊക്കെയോ അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് ഏട്ടൻ തിരിച്ച് വർക്കിന് കയറുകയും ചെയ്തു. ഞാനും പിള്ളേരും കൂടി വീട്ടിൽ TV കണ്ടിരിക്കുകയും ചെയ്തു കേട്ടോ. എനിക്കറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ വീഡിയോസ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. വിഷ്വൽ ക്ലാരിറ്റി ആണെങ്കിലും സൗണ്ടായാലും അതുപോലെ വീഡിയോ പിടിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ തെറ്റുകളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ എന്താ പറയുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്ത് വന്നിട്ട് ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നമുക്ക് ഇന്ന് എന്താണുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുക. ചിലപ്പോൾ നാളേക്ക് നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ നല്ലത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇന്ന് തുടങ്ങാമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ.